ചേസിംഗ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കാൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? നിങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. താങ്ക് യു. ഇതിൽ ഒളിച്ചിരിക്കണമെന്നില്ല. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. ഞങ്ങൾ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരുവാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. നമുക്ക് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിലൊരു കാർ ചേസിംഗ് സീൻ ഉണ്ട്. ഇതിലൊരു കാർ ചേസിംഗ് സീൻ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് മമ്മൂക്ക ലാലേട്ടൻ്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനകത്ത്. അപ്പോൾ ആ ഒരു സീനിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അതിൻ്റെ ലാലേട്ടൻ്റെ കാലിലാണ് മമ്മൂക്ക ഹോൾഡ് ചെയ്ത് നിന്നത്. അതാണ് കാർ ചേസിംഗ് സീനിനകത്തെ ഈ ഡോറ് സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമറൊക്കെ വന്നിരുന്നു. പുള്ളി 3 കോടി വെച്ചിരിക്കുക. പുള്ളിയാണ് 3 കോടി വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായില്ല എന്താ ചോദ്യം? ആ ഒരു ഫൈറ്റ് സീൻ, അതായത് ആ ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ആ ഒരു ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേസിംഗ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചനാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവശന പുള്ളിയുടെ കാലം ചെയ്യും. അപ്പൊ ചേസ് ചെയ്യുന്ന മുഴുവൻ വലിയ ഹീറോയിസം കാണിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കാൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? നിങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. സത്യം ചോദിച്ചു നോക്കാം. പറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച സമയത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം, മഹേഷ് മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് കാഴ്ചയിലൂടെയാണല്ലോ. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണ്, നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. നമുക്കൊരു മഹാനായ നടനാണ്, നമ്മൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയതാണ്, അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. അപ്പൊ ഈ ട്രെയിലറിന്റെ അവസാനം നമുക്ക് പറയുന്നുണ്ട്, ഞാനൊരു പേട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ട്, അതിനൊരു മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ അയാൾ വലിയ ദേശസ്നേഹിയാണ് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? അത് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. ആക്ച്വലി അത് പടം കണ്ട് തീരുമ്പോൾ മനസ്സിലാക്കണം വെദർ ഈസ് എ പേട്രിയറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകർ. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. അതിലേതാണ് ഇതിന് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ സിനിമ കാണിച്ചത്. ഒരു മറുചോദ്യമായി അങ്ങോട്ട് തന്നു. സമയമുള്ളതുകൊണ്ടാണ്, എന്നോടൊന്നും തോന്നരുത്. ഇനി ആക്ച്വലി സ്പീക്കിംഗ് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ഹാൻസം ഗൈസ് ഇവിടെ നിൽക്കുകയാണ്. I hope the character speaks loud in the movies, all 3 of yours, but still ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങൾ സംസാരിക്കാതെ പോകുന്നത് നമ്മൾ സമ്മതിക്കില്ല. So I would love to request yourself to speak something to the audience. Ishan, Shahin and Sanal, any one of you could start. എല്ലാവർക്കും നമസ്കാരം. അധികമായിട്ടൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ആക്ടറെ സംബന്ധിച്ച് എനിക്കൊരു ഡ്രീമാണ്. കാരണം ഈ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തത് സിനിമ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്. അപ്പോൾ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് MMMN എന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അയച്ചു കൊടുത്ത് ഇങ്ങനത്തെ ഒരു മൂവിയുണ്ട്, നമുക്ക് എല്ലാവരും വീണ്ടും ഒരുമിച്ച് സിനിമ അഭിനയിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒരു ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ്. പക്ഷേ ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്യാൻ ഒരു ക്യാരക്ടറെ വിളിച്ചപ്പോൾ ഇതിനേക്കാൾ ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് മഹേഷ് ചേട്ടാ, ആൻഡോ ചേട്ടൻ, നമുക്ക് എല്ലാവരും താങ്ക് യു.